പത്തരമാറ്റിൻ പൊന്നും പുടവയും. ശ്രീവത്സം സിൽക്സ് ആൻഡ് ജ്വല്ലേഴ്സ്, പന്തളം, ഹരിപ്പാട്, കുളനട. നമസ്കാരം. സാമൂഹ്യ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട് പ്രണയബന്ധത്തിലായ ശേഷം വിവാഹ വാഗ്ദാനം ചെയ്ത യുവാവ് 17-കാരിയെ ബലാത്സംഗത്തിന് വിധേയാക്കി. തുടർന്ന് പെൺകുട്ടി ഗർഭിണിയായി. ആശുപത്രിയിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്ത പോലീസ് യുവാവിനെ അറസ്റ്റ് ചെയ്തു. ഇടുക്കി സ്വദേശി അഭിറാമാണ് പെരുന്നാട് പോലീസിന്റെ പിടിയിലായത്. പെരുന്നാട് സ്വദേശിനിയും +2 വിദ്യാർത്ഥിനിയുമായ 17-കാരി 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് യുവാവിനെ വാട്സപ്പ് ഗ്രൂപ്പ് മുഖേന പരിചയപ്പെടുന്നത്. തുടർന്ന് പരസ്പരം ഫോണിൽ ബന്ധപ്പെടുകയും സന്ദേശങ്ങൾ അയക്കുകയും പലപ്പോഴും നേരിൽ കാണുകയും ചെയ്തു. റാന്നിയിലെ പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുന്ന ഇയാൾ 2025 ഫെബ്രുവരി ആദ്യം ഇഷ്ടമാണെന്നും ഒരുമിച്ച് ജീവിക്കാമെന്നും പറഞ്ഞ് പ്രലോഭിപ്പിക്കുകയും എവിടെയെങ്കിലും കറങ്ങാൻ പോകാമെന്ന് നിർബന്ധിപ്പിച്ച് ബൈക്കിൽ കയറ്റിക്കൊണ്ടു പോവുകയുമായിരുന്നു. അഭിറാമിന്റെ നാടായ പീരുമേട്ടിലെത്തി പരുന്തുംപാറ, പാഞ്ചാലിമേട് തുടങ്ങിയ സ്ഥലങ്ങളിൽ കറങ്ങി നടന്നു കാണിച്ചു. വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം ഇയാളുടെ പുതിയ വീടിന്റെ പണി നടക്കുന്നിടത്തെത്തിച്ചു. അവിടെ അപ്പോൾ ആരുമില്ലായിരുന്നു. തുടർന്ന് ഹാളിനോട് ചേർന്നുള്ള മുറിയിൽ വെച്ച് ബലം പ്രയോഗിച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു. വിവരം മറ്റാരോടും പറയരുതെന്നും വിവാഹം ചെയ്തു കൊള്ളാമെന്നും ഉറപ്പു നൽകുകയും ചെയ്തു. തുടർന്ന് കുട്ടിക്ക് പീരീഡ്സ് ആകാത്തതിനെ തുടർന്ന് പ്രഗ്നൻസി ടെസ്റ്റ് കാർഡ് വാങ്ങി തനിയെ പരിശോധിച്ചതിൽ പോസിറ്റീവ് റിസൾട്ട് കണ്ട് ഭയന്ന വിവരം അഭിറാമിനെ അറിയിച്ചു. പിന്നീട് അമ്മയുമൊത്ത് പത്തനംതിട്ടയിലെ സ്വകാര്യ ക്ലിനിക്കിലെത്തി പ്രായം 19 വയസ്സാണെന്ന് തിരുത്തി പറഞ്ഞ് പരിശോധിച്ചതിലും റിസൾട്ട് പോസിറ്റീവായി കണ്ടതിനാൽ 17-ന് പെരുന്നാട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെത്തി സ്കാനിംഗ് ഉൾപ്പെടെയുള്ള പരിശോധനകൾ നടത്തി. കുട്ടി ഗർഭിണിയാണെന്നുള്ള വിവരം സ്ഥിരീകരിക്കുകയും ഇവിടെ നിന്നും വിവരം പെരുന്നാട് പോലീസ് സ്റ്റേഷനിലേക്ക് അറിയിക്കുകയുമായിരുന്നു. ഇതുപ്രകാരം കുട്ടിയുടെ വിശദമായ മൊഴി അമ്മയുടെ സാന്നിധ്യത്തിൽ പത്തനംതിട്ട ജില്ലാ ക്രൈംബ്രാഞ്ച് SI KS ധന്യ രേഖപ്പെടുത്തി. പെരുന്നാട് പോലീസ് കുട്ടിയുടെ മെഡിക്കൽ പരിശോധന നടത്തുകയും കോടതിയിൽ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. പോലീസ് ഇൻസ്പെക്ടർ G വിഷ്ണുവിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. പ്രതിയെ റാന്നിയിൽ നിന്നും ഉടനടി പിടികൂടി. വൈദ്യപരിശോധനയ്ക്ക് ശേഷം സ്റ്റേഷനിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തു. പ്രതി കുറ്റം സമ്മതിച്ചു. തുടർന്ന് വീഡിയോ കോളിലൂടെ പെൺകുട്ടിയെ കാണിച്ച് തിരിച്ചറിഞ്ഞ ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി. ഇയാളെ ആശുപത്രിയിലെത്തിച്ച് പൊട്ടൻസി ടെസ്റ്റിന് വിധേയനാക്കി. ഇയാൾ കുട്ടിയുമായി യാത്ര ചെയ്ത സ്കൂട്ടർ കണ്ടെത്തേണ്ടതുണ്ട്. ഇതേ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിന് 2024 ഇയാൾക്കെതിരെ പെരുന്നാട് പോലീസ് കേസെടുത്തിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അന്വേഷണ സംഘത്തിൽ പോലീസ് ഇൻസ്പെക്ടർക്കൊപ്പം SI രവീന്ദ്രൻ, SCPOമാരായ സുകേഷ് രാജ്, ഷിൻഡോ, ആശ, CPOമാരായ സേതു, രാംപ്രകാശ് എന്നിവരാണ് ഉണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.